നമസ്കാരം. ഇന്ന് ആവണി പൊൻപുലരി എന്ന ആൽബത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. സംഗീത സംവിധായകൻ ബേണി ഇഗ്നേഷ്യസ് ആണ്. A.V. വാസുദേവൻ പോറ്റിയും R.K. ദാസും ചേർന്നാണ് എൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത്. തരങ്കിണി കാസറ്റിൽ വളരെ അപൂർവമായിട്ടാണ് ബേണി ഇഗ്നേഷ്യസ് സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത്, പ്രത്യേകിച്ച് ഓണപ്പാട്ടുകൾക്ക്. അപ്പോൾ അതിൽ വളരെ ഹിറ്റായിട്ടുള്ളൊരു ആൽബമായിരുന്നു ആവണി പൊൻപുലരി. ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോണ പാട്ട് ഒരു ഓണത്തിനെ വരവേൽക്കുന്ന ഒരു പാട്ടാണ്. ഓണം വന്നല്ലോ പൊന്നോണം വന്നല്ലോ, ഓണം വന്നല്ലോ പൊന്നോണം വന്നല്ലോ, ഓണവില്ലിൻ താളമിട്ടൊന്നാടുവാനായി വാ, ചിങ്ങക്കാറ്റിൻ തങ്കക്കൊമ്പിൽ ഊഞ്ഞാലാടാൻ വാ, ഊഞ്ഞാലാടാൻ വാ. നലരും നിറപൗർണമിയും സുരകിന്നര ഗാനവുമായി വരൂ തമ്പുരുവിൽ സ്വര. ഈ പാട്ട് ഓണത്തിന് എന്തുകൊണ്ടും പ്രത്യേകത തോന്നിക്കുന്ന ഒരു പാട്ടാണിത്. വളരെ നല്ലൊരു പാട്ടാണ്. ഗന്ധർവ സംഗീതയാമം ഉഷസന്ധ്യാംബരം തുടുത്ത നേരം, ഇന്ത്യാവലീപതിക്കേകുവാൻ സ്വർണതാമ്പാളത്തിൽ പുഷ്പഹാരം തങ്കസൂര്യകിരണ പുഷ്പഹാരം, ഗന്ധർവ സംഗീതയാമം. വളരെ റെയർ ആയിട്ടുള്ളൊരു പാട്ടാണിത്. നമ്മൾ സാധാരണ നമ്മളൊരു ഓണപ്പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാവാത്തൊരു അനുഭവമാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാവുന്നത്. അടുത്ത പാട്ട് ഒരു ബേണി ഇഗ്നേഷ്യസ് സ്റ്റൈലുള്ള ഒരു മെലഡിയാണ്. മകളേ ഓണം പുലരുമ്പോ ആവണിപ്പൂവും വിടരുമ്പോ, അരിയ കിനാവേ കൊതിയാവുന്നു, ചിറകു തരാമോ പോയി മടങ്ങാൻ, ഇന്നൻ കുഞ്ഞിൻ പൂക്കളം കാണാൻ, അകലെ ഓണം പുലരുമ്പോ ആവണിപ്പൂ വിടരുമ്പോൾ. ഇത്ര മെലോഡിയസ് ആയിട്ടുള്ളൊരു പാട്ട്. അത് 90കളിലെ മെലഡി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടമാവുന്നുള്ള കാര്യം ഉറപ്പാണ്. ശരിക്കും പറഞ്ഞാൽ ഗൃഹാതുരത്വം അനുഭവിച്ചറിയാനായിട്ട് ഈ പാട്ട് കേട്ടാൽ മതി, ധാരാളമാണ്. അടുത്തതൊരു യുഗ്മഗാനമാണ്. തുമ്പിത്തുള്ളാൻ വാ പെണ്ണാളേ എൻ പൂമുറ്റത്ത്, തുമ്പിത്തുള്ളാൻ വാ കണ്ണാളേ, തുമ്പിത്തുള്ളാൻ വാ പെണ്ണാളേ എൻ പൂമുറ്റത്ത്, തുമ്പിത്തുള്ളാൻ വാ കണ്ണാളേ. ഈ കുട്ടിക്കാലത്ത് കൂട്ടുകാരൊക്കെ നല്ല ഉന്മേഷമായിട്ട് പുതിയ ഓണക്കോടിയൊക്കെ കൊടുത്തുകൊണ്ട് ഓടിക്കളിക്കുന്ന ഒരു രംഗമാണ് ഈ പാട്ടിൽ നമുക്ക് ഫീൽ ചെയ്യാം. കാര്യം അത്ര ഗംഭീരമായിട്ടുള്ള അത്ര മനോഹരമായിട്ടുള്ള പാട്ടാണത്. ഓണത്തിന് സാധാരണ ഓണപ്പാട്ട്, ഓണക്കളികൾ, ഓണത്തല്ല് തുടങ്ങിയ ചടങ്ങുകൾക്ക് പുറമെ തുമ്പിതുള്ളൽ എന്നൊരു ചടങ്ങ് കൂടിയുണ്ട്. അപ്പോൾ അതുകൂടി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. അടുത്തത് സംഗീത സജിത്ത് പാടുന്ന പാട്ടാണ്. ഈ പാട്ടിന്റെ പ്രത്യേകത, ഇത് ദാസേട്ടൻ പാടിന്റെ ഈ പാട്ട്. ഈ പാട്ടിനൊരു പ്രത്യേകത ഉണ്ട്. ഈ പാട്ട് പ്രകൃതിയോട് സംസാരിക്കുന്ന പോലത്തെ ഒരു പാട്ടാണിത്. നാടു കാണിച്ചൂരം തേടി വന്ന കാറ്റേ, നാടോടിപ്പാട്ടിന്റെ ചേരുമൂള്, നല്ലോണം പിറക്കുമ്പോൾ നാലുകെട്ടിനുൾത്തളത്തിൽ എല്ലാരും പാടണ. അടുത്ത പാട്ട് പാടിയിട്ടുള്ളത് ദാസേട്ടനും വിജയ് യേശുദാസുമാണ്. ഓണത്തപ്പനെഴുന്നള്ളും നേരത്തൊരു താലപ്പൊലി കാണിക്കയായി നീതിക്കാൻ പാലടയും വേണം. ഓണത്തപ്പനെഴുന്നള്ളും നേരത്തൊരു താലപ്പൊലി കാണിക്കയായി നീതിക്കാൻ
പാരടയും വേണം. ഇതൊരു വഞ്ചിപ്പാട്ട് പോലത്തെ ഒരു പാട്ടാണ്, കുറച്ച് സ്പീഡിലൊരു പാട്ടാണ്. അടുത്തതൊരു ഫീമെയിൽ സോങ് ആണ്. മല്ലിപ്പൂവരിയിൽ പ്രിയതമനൻ ചാരയിരിക്കാനൊരു മോഹം, പൊന്നമ്പിളിമേയും ചിങ്ങനിലാവിൻ മടിയിൽ മയങ്ങാനൊരു മോഹം. മല്ലിപ്പൂവണിയിൽ പ്രിയതമനൻ ഈ പാട്ടും അക്കാലത്ത് നല്ല ശ്രദ്ധേയമായ പാട്ടായിരുന്നു. ഈ പാട്ട് ദാസേട്ടൻ പാടിയ പാട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണിത്. ശ്രാവണ ശശിലേഖേ നീ ദൂതിനു പോയി വരുമോ, ഈ പുഴയോരം സംഗമതീരം ഇവിടെയവൾ വരുമോ, ചൊല്ലുകില്ലേ എന്നാത്മരാഗം നീ, ശ്രാവണ ശശിലേഖേ നീ ദൂതിനു പോയി വരുമോ. അടുത്ത പാട്ട് നീട്ടിക്കൊയ്തേ എന്ന് പറഞ്ഞിട്ടൊരു കൊയ്ത്ത് പാട്ടാണ്. നീട്ടിക്കൊയ്തേ കൊയ്ത്തരിവാളാലേ പെണ്ണെ മാടത്തു പോകാലോ. ഈ പാട്ടുകൾ ഇപ്പോൾ ബേണി ഇഗ്നേഷ്യസ് ചെയ്ത പാട്ടുകളൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ആൽബം നല്ല രസമുള്ള ആൽബം ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി നാളെ കാണാം.